ആകാശ് സാറേ, സെക്ഷൻ ബിയുടെ 2 ഫയല് ഞാൻ ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇന്നലെ എന്റെ ടേബിളിലായിരുന്നല്ലോ കൃപേഷ്. ഞാനിവിടെ വെറുതെ ഇരിക്കാണെന്നാണ് വിചാരം. തന്നെ താനങ്ങ് നോക്കിയാൽ മതി. കൃപേഷ് എപ്പോഴും ഇങ്ങനെയാ, നിങ്ങൾ അത് കാര്യാക്കണ്ട. ഗുഡ് മോർണിംഗ് മാഡം. Good morning. Good morning, all of you. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ വന്നത്? കഴിച്ചു മാഡം. കഴിച്ചു മാഡം. ഞാൻ 2 പ്രാവശ്യം കഴിച്ചു. അതെന്താ 2 പ്രാവശ്യം? വീട്ടിൽ ഭാര്യ ഉണ്ടാക്കുന്ന കഴിച്ച് മടുത്തു. എന്നും മുട്ടും ദോശയവ, മാറ്റമൊന്നുമില്ല. അപ്പൊ പിന്നെ പുറത്തുനിന്ന് അതിനൊക്കെ എന്ത് മാറ്റം ഉണ്ടാക്കാനാ വെട്ടിക്കിളി? പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാക്കാം. അതിനൊരു പ്രത്യേക കഴിവ് വേണം. അങ്ങനെ കഴിവുള്ളവരും ഉണ്ട്. അവര് നമ്മുടെ വീട്ടിലുണ്ടായ എന്ത് വെറൈറ്റി ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഉച്ചയ്ക്കുള്ള ചോറും കറിയും ഡിന്നറിനുള്ള ചപ്പാത്തിയും ഡിഷും ഒക്കെ. അങ്ങനെയുള്ള ഒരാളെ കിട്ടണമെങ്കിൽ വല്ല കാറ്ററിംഗുകാരെയും കല്യാണം കഴിക്കണം മാഡം. അതിനിപ്പോ എന്റെ ഭാര്യ സമ്മതിക്കുകയില്ല. എടോ കൃപേഷേ, ഞാൻ പറഞ്ഞത് അതിനൊരു ഭാഗ്യം വേണോന്നാ. ആണോ? ദാ ഇത് കണ്ടോ, വെറൈറ്റിയാ. ഇതില് എന്താന്ന് എനിക്കറിയില്ല. രാവിലെ കഴിക്കാൻ വേണ്ടി തന്നുവിട്ടതാ. ആരാ മാഡം? മാഡത്തിന് മമ്മിയാണോ? അല്ല, മമ്മി എന്തിനാ എനിക്ക് ഫുഡ് തന്നുവിടുന്നേ? ഞാൻ താമസിക്കുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലേ. ഇത് തന്നുവിട്ടത് എന്റെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ. അവരെ എന്തോ പറയുമല്ലോ, നാത്തൂന്നോ അങ്ങനെ. നാത്തൂനല്ല മാഡം, അനിയത്തിയാ. ഓ യെസ്, അനിയത്തി. എനിക്കുണ്ട് അവിടെ ഒരു അനിയത്തി. ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം ഓടി വന്ന് എന്റെ കൈ തന്നിട്ട് പറയുവാ, വിശന്നിരിക്കരുത്, മുഴുവൻ കഴിക്കണോന്ന്. എനിക്ക് അവളോട് സഹതാപം തോന്നി. കാര്യം എന്താണെന്നറിയോ? എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നുവിട്ടത് കൂടാതെ എന്റെ ഡ്രസ്സെല്ലാം ഞാൻ പറയാതെ തന്നെ എടുത്തോണ്ട് പോയി വാഷ് ചെയ്ത് വിരിച്ചിട്ടു. നമ്മുടെയൊക്കെ വീട്ടില് ഒരു സെർവന്റിനെ നിർത്തിയ എല്ലാം പറഞ്ഞു ചെയ്യിക്കണം, അതും ചീത്ത പറഞ്ഞു. പക്ഷേ എന്റെ അനിയത്തെ സെർവന്റ് അങ്ങനെയല്ല കേട്ടോ, എല്ലാം അറിഞ്ഞു തന്നെ ചെയ്തോളും. എനിക്കിപ്പോ നല്ല വിശപ്പ്, ഞാൻ പോയി കഴിക്കട്ടെ. അനിയത്തി സെർവന്റ് അത് രാവിലെ എണീറ്റ് വെച്ചുണ്ടാക്കിയതല്ലേ, വേസ്റ്റ് ആക്കണ്ടല്ലോ. അക്കുചേട്ടാ. ചാരു, എന്താ നിന്റെ മനസ്സിൽ? എന്താ അക്കുചേട്ടാ, മനസ്സിലായില്ല. ശ്രേയക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടാനും അവിടെ തുണി അലക്കാനൊക്കെ നീ ആരാ? എന്തിനാ നീ അങ്ങനെ ചെയ്യുന്നേ? അതാണോ കാര്യം? ഞാൻ പറഞ്ഞില്ലേ ശ്രേയ മാറ്റിയെടുക്കണെന്ന്, അതിനു വേണ്ടി ചെയ്തതാ.
നമുക്കവളോട് ദേഷ്യമൊന്നും ഇല്ലാന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഐഡിയ. മണ്ണാം കട്ട. ഒരു കാര്യമില്ല ചാരു, ശ്രേയ മാറാൻ പോകുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല അവള്. അവള് ഭക്ഷണമായിട്ട് വന്ന് ഇവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞെന്താണെന്നറിയോ? നിന്നെ ഒരു വേലക്കാരിയെ പോലെ കാണുന്നെന്നാ സംസാരിച്ചത്. അത് തന്നെയാ നമുക്ക് വേണ്ടത് അക്കുച്ചേട്ടാ. എന്നാലേ ശ്രേയ. മതി, അവളെ മാറ്റിയെടുക്കാൻ നീ വേറെ എന്തും ചെയ്തോ. ഇനി ഇതുപോലുള്ള പരിപാടി ഒന്നും വേണ്ട. ഭക്ഷണം കൊടുത്തേക്കലും തുണി അലക്കലും ഒക്കെ എനിക്കത് ഇഷ്ടമല്ല. ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത്, മനസ്സിലായല്ലോ? ആ മണ്ടൻ അരവിന്ദ് കഴുത്തിലൊരു കുരുക്കും കുരുക്കി ഫയലുമായിട്ട് ഇന്റർവ്യൂന്നെന്നും പറഞ്ഞു പോയിട്ട് എന്തായി ആവോ? ഒന്ന് വിളിച്ചു ചോദിച്ചേക്കാം, തല്ല് കിട്ടിയോ അതോ ജോലി കിട്ടിയോന്ന്. ഹലോ മേഡം. ഇന്റർവ്യൂവിന് പോയിട്ട് എന്തായി അരവിന്ദ്? എന്താവാനാ മേഡം, ഇന്റർവ്യൂ ചാള കുളമായി. എനിക്ക് ഒരു മണ്ടത്തരം പറ്റി. ആ അത് പറ്റുമെന്ന് എനിക്ക് അറിയാലോ. എന്താ മേഡം? അല്ല, എന്ത് പറ്റിയെന്ന് ചോദിക്കായിരുന്നു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ ഫോൺ സൈലന്റ് ആക്കാൻ മറന്നുപോയി. കറക്റ്റ് ടൈമിലാ മേഡം വിളിക്കുകയും ചെയ്തത്. അതാ പറ്റിപ്പോയത്. ഞാൻ വിളിച്ചതുകൊണ്ട് എന്തു പറ്റി? ഫോൺ സൈലന്റ് ആക്കാത്തതിന് അവര് വഴക്ക് പറഞ്ഞോ? വഴക്കൊന്നും പറഞ്ഞില്ല മേഡം. ഫോൺ സ്പീക്കറിലിട്ട് സംസാരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫോൺ സ്പീക്കറിലിട്ടു. അപ്പോഴാ തുണി അലക്കിയ കാര്യം മേഡം ചോദിച്ചു. അത് കേട്ട് HR ചോദിച്ചു, ഭാര്യ ഹെൽപ്പ് ചെയ്യാറുണ്ടോന്ന്. അല്ല, അതും ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് കരുതി ഞാനങ്ങ് പൊലിപ്പിച്ചു. എല്ലാം ഞാനാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ഞാനങ്ങ് തട്ടിവിട്ടു. അതാ പ്രശ്നമായത്. അവരെന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. എന്താ മേഡം എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചെന്ന് പറഞ്ഞപ്പോ ചിരിക്കുന്നേ? സോറി അരവിന്ദ്, എനിക്ക് അരവിന്ദിനെ എങ്ങനെ സമാധാനപ്പെടുത്തണമെന്ന് അറിയില്ല. ഓ, ഇങ്ങനൊരു അനുഭവം ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാ എനിക്കും. പക്ഷേ ഞാൻ തോൽക്കില്ല മേഡം.